ജിമ്മിൽ പോകുന്ന പറയുമ്പോഴേ അവിടെ ആക്ച്വലി ജിമ്മിൽ പോവുക, കുറേ വെയിറ്റ് എടുക്കുക, മസിൽ ഉണ്ടാക്കുക, ആൻഡ് അതിനേക്കാളൊക്കെ അപ്പുറം ദാറ്റ് ഇസ് എ പ്ലേസ് വെയർ യു ബിൽഡ് യുവർ സെൽഫ് മെൻ്റലി ആൻഡ് ഫിസിക്കലി. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജിമ്മിൽ പോകുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരാളും മൂഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ എനർജി ഇല്ലാണ്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജിമ്മിൽ നമ്മൾ പോകുന്ന ഓരോ ദിവസവും അല്ലെങ്കിൽ എപ്പോഴൊക്കെ പോകുന്നുണ്ടോ നമ്മളവിടെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചും കൂടി പവർഫുൾ ആവാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സ്. ഒരു മെൻ്റലി എനർജി ഇല്ലാത്തൊരവസ്ഥ, ഒന്നിനോടും ഒരു കാര്യം ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്, ഫിസിക്കലി ഓക്കെ ആയിരിക്കും പക്ഷെ മെൻ്റലി അതിനൊരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക. സോ അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ഒരു മെത്തേഡാണ് നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളത്. സോ ഐ പ്രിഫർ, നിങ്ങൾക്ക് നിയറസ്റ്റ് ജിം ഉണ്ടെങ്കിൽ അവിടെ പോയി വർക്കൗട്ട് ചെയ്യുക. ഇനി അതും പറ്റുന്നില്ല എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോം വർക്കൗട്ട് ചെയ്യാം. സോ ജസ്റ്റ് ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ ഇൻസ്റ്റൻ്റായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗൈസ് എ ലോട്ട്. ദെൻ നിങ്ങളുടെ എനർജിയിൽ വരുന്ന ചേഞ്ചസ് അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആക്ച്വലി ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ള ദിവസങ്ങൾ പോലെ ആയിരിക്കത്തില്ല. നിങ്ങളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഫീൽ ദാറ്റ് എനർജി ഇൻ യുവർ ബോഡി. നിങ്ങൾ മോർ ഫോക്കസ്ഡ് ആയിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് തോന്നും ഓക്കെ ഐ എം അലൈവ് എവറി സിംഗിൾ ഡേ. സോ ഗൈസ്, just do something like either gym or play something, play football, go out or home workout, just do something. And regular ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് അവനക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് വാട്ട് ഈസ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. സോ ഇത് രണ്ടും അറിയാം നമുക്ക് ഡെയിലി ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഡെയിലി ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അവനെ ഫോക്കസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അത്രയും ഡിസിപ്ലിൻ വേണം. അതുമാത്രമല്ല ഇതിൽ എല്ലാം പുറമെ ഡയറ്റ് എന്ന് പറയുന്ന വേറെ സംഭവമുണ്ട്. സോ ഇതെല്ലാം ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലും എന്ത് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി നമുക്ക് ഡെയിലി ലൈഫിലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്നത് ജിമ്മിൽ ആക്ച്വലി പോകുന്നത് ജസ്റ്റ് മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇറ്റ് ഈസ് വെയർ യു ബിൽഡ് യുവർ സെൽഫ്. സോ അത്രയേ ഉള്ളൂ. സീ യു ഗൈസ് ആൻഡ് happy lifting.